ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗം. ശ്ലോകം 1 മുതൽ 5 വരെ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവാ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. സഞ്ജയുവാച ദൃഷ്ട്വാ തൂ പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി. യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥാ. ദൃഷ്ടകേതുശ്ചേകിതാനാ കാശിരാജശ്ച വീര്യവാൻ. പുരുജിൽ കുന്തിഭോജശ്ച ശൈബശ്ച നരപുംഗവാ. ഗുരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ആദ്യ ശ്ലോകങ്ങളിലൂടെ പോകാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. ഭഗവത്ഗീതയിലെ ആദ്യ 5 ശ്ലോകങ്ങളാണ്. ആദ്യ അധ്യായം വരുന്നത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലുള്ള സൈന്യ നിരീക്ഷണമാണ്. അർജുനൻ തൻ്റെ സാരഥിയായ ഭഗവാനോട് കൂടെ സൈന്യത്തിൻ്റെ നടുവിൽ തേരു നിർത്തിക്കൊണ്ട് പരസ്പരമുള്ള ആശയവിനിമയവും അർജുനൻ്റെ വിഷമതകളുമാണ് ആദ്യ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവത്ഗീതയിലെ തന്നെ ആദ്യ ശ്ലോകം ധൃതരാഷ്ട്രർ പറയുന്നതാണ്. തൻ്റെ തേരാളിയായ സഞ്ജയനോട് ധൃതരാഷ്ട്രർ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു. ഇവിടെ സഞ്ജയനോട് ചോദിക്കാൻ കാരണം ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ പിതാവായ വ്യാസദേവൻ ധൃതരാഷ്ട്രർക്ക് യുദ്ധം കാണുന്നതിനും അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനും ദിവ്യ ചക്ഷുസ്, തൻ്റെ അകക്കണ്ണുകൊണ്ട് എന്താണോ കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്നത് എന്നുള്ള വസ്തുത മുഴുവനും മനസ്സിലാക്കുന്നതിനു വേണ്ടി ചക്ഷുസ് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ധൃതരാഷ്ട്രർക്ക് അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, ആ വിഷമസ്ഥിതി നേരിൽ കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് തൻ്റെ സന്തത സഹചാരിയായ സഞ്ജയന് ഇടയ്ക്കിടെ കുരുക്ഷേത്ര ഭൂമി സന്ദർശിക്കുന്നതിനും അതുപോലെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഹസ്തിനപുരി രാജധാനിയിൽ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് വിവരിച്ചു കൊടുക്കുവാനും ഉള്ള കഴിവ് കൊടുക്കുകയാണ് വ്യാസദേവൻ. അങ്ങനെയാണ് 18 ദിവസം നീണ്ടു നിൽക്കുന്ന കുരുക്ഷേത്ര യുദ്ധത്തിലെ വിവരങ്ങൾ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്. 18 അധ്യായങ്ങളിലായി 700 ശ്ലോകങ്ങളിൽ ഭഗവത്ഗീത നമുക്ക് പഠിക്കാം. ആദ്യ ദിവസം ആദ്യ ശ്ലോകത്തിൽ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നു. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ
മാമക പാണ്ഡവാശ്ചേവ കിം അകുർവത സഞ്ജയ. ധൃതരാഷ്ട്ര ഉവാച. ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ്, പറയുകയാണ്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മഭൂമിയായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ. ധർമ്മഭൂമി എന്ന് പറയാൻ കാരണം സ്മരണാതീതമായ വൈദിക കാലം മുതൽക്കേ തീർത്ഥാടകരുടെ ഒരു പുണ്യസ്ഥലമായിരുന്നു കുരുക്ഷേത്രം. ചരിത്രപരവും വൈദികവുമായി വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു കുരുക്ഷേത്രം. മാത്രമല്ല, കുരുവംശ സ്ഥാപകനായ കുരുമഹാരാജാവ് ഭഗവാൻ മഹാവിഷ്ണുവിൽ നിന്നും ഒരു അവതാരവും നേടിയിരുന്നു. ആരാണോ ഈ പുണ്യഭൂമിയിൽ വച്ച് ജീവത്യാഗം ചെയ്യുന്നത് അവർക്ക് മോക്ഷം ലഭിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ നിന്നും ഏകദേശം 160 കിലോമീറ്റർ ദൂരത്തുള്ള കുരുക്ഷേത്ര ഭൂമി ഭഗവാൻ യുദ്ധത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പവിത്രത അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിക്കുന്നത്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ സമവേദായുയുത്സവ, സമവേദ ഒന്നിച്ചുകൂടിയവരും യുയുത്സവ യുദ്ധോത്സുകരുമായ മാമക എൻ്റെ മക്കൾ. അവിടെ പ്രത്യേകം ധൃതരാഷ്ട്ര മഹാരാജാവിന് തൻ്റെ അനുജൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയും തൻ്റെ അനുജൻ്റെ മക്കളെ തൻ്റെ മക്കളെ പോലെ സ്വീകരിക്കേണ്ടതിന് പകരം മാമക എൻ്റെ എന്നുള്ള ഭാവത്തോടു കൂടിയാണ് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത് തന്നെ. മാമക പാണ്ഡവാച്ച ഏവ, പാണ്ഡുപുത്രന്മാരും എൻ്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്നാണ് പറയുന്നത്. ആ ശത്രുത മനസ്സിൽ നിന്നും പോകുന്നില്ല. യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. എന്നിരുന്നിട്ട് കൂടിയും ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മനസ്സിൽ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്നുള്ള ഭാവമാണ് ഉള്ളത്. മാമക പാണ്ഡവാശ്ചയേവ കിം അകുർവത സഞ്ജയ, കിം അകുർവത എന്താണ് ചെയ്യുന്നത് സഞ്ജയ. ധർമ്മക്ഷേത്ര ഭൂമിയായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ വച്ച് കൂടിയിരിക്കുന്ന എൻ്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്താണ് ചെയ്യുന്നത് സഞ്ജയ എന്ന് ആദ്യ ശ്ലോകത്തിലൂടെ ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിക്കുകയാണ്. സഞ്ജയൻ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ അതിന് മറുപടി പറയുന്നു. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തോ പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജ വചനമബ്രവീത്. രാജ വചനം അബ്രവീത്. ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ്, ദൃഷ്ട്വാദോ പാണ്ഡവാനീകം, പാണ്ഡവന്മാരുടെ സൈന്യത്തെ ദൃഷ്ടാതു നോക്കിക്കണ്ടതിനു ശേഷം, വ്യൂഢം, ആ വ്യൂഢം സൈന്യവ്യൂഢം സൈന്യത്തിൻ്റെ ക്രമീകരണം കണ്ടുകൊണ്ട് ആചാര്യൻ്റെ മുൻപിൽ ചെന്ന് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദുര്യോധനൻ വിഷമം ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞു. താൻ ജയിക്കുമോ എന്നുള്ള ഭാവം. കാരണം അത്ര മഹത്തരമായാണ് പാണ്ഡവ സൈന്യം വ്യൂഢീകരിച്ചിരുന്നത്. പാണ്ഡവ സൈന്യം വളരെ ചെറുതായിരുന്നു. 7 അക്ഷൗണി മാത്രമായിരുന്നു പാണ്ഡവ സൈന്യം ഉണ്ടായിരുന്നത്. എന്നാൽ ദുര്യോധന മഹാരാജാവിൻ്റെ പക്ഷത്ത് 11 അക്ഷൗണി ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി ദുര്യോധന മഹാരാജാവിന് യുദ്ധസന്നാഹങ്ങൾ കാണുന്ന സമയത്ത്, പാണ്ഡവരുടെ യുദ്ധം കാണുന്ന സമയത്ത് ഉള്ളിൽ പേടി തോന്നുകയും തൻ്റെ ആചാര്യനോട് ചെന്ന് പറയുകയുമാണ്. ദൃഷ്ടാതോ പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ, ആചാര്യം ഉപസംഗമ്യ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട്, ആരാണ് ഗുരു? ദ്രോണാചാര്യർ. ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നുകൊണ്ട് ദുര്യോധനൻ പറയുകയാണ്, രാജാ വചനമബ്രവീത്. രാജാ, ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറയുന്നത്? പശൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമോം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യേ ഏതാം പാണ്ഡുപുത്രാണാം, പശ്യേ കാണുക, പാണ്ഡുപുത്രന്മാരുടെ സൈന്യത്തെ നോക്കൂ. ആചാര്യ മഹതീം ചമോം, എത്ര മഹത്തായ രീതിയിലാണ് അതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. ആരാ സജ്ജീകരിച്ചിരിക്കുന്നത്? വ്യൂഢാം ദ്രുപദപുത്രേണ, ദ്രുപദ പുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുത്മനാണ് ഈ സൈന്യം സജ്ജീകരിച്ചിരിക്കുന്നത്. തവ ശിഷ്യേണ ധീമത,
തവ ശിഷ്യേണ ധീമത. തവ ശിഷ്യേണ, അങ്ങയുടെ ശിഷ്യനാണ്, അതുപോലെ തന്നെ ബുദ്ധിമാനാണ്. വളരെ ബുദ്ധിമാനായ ദ്രുപദപുത്രനായ ദൃഷ്ടത്യുത്മനൻ ഒരുക്കി നിർത്തിയിരിക്കുന്ന ഈ പാണ്ഡവരുടെ സൈന്യം ഒന്ന് നോക്കൂ ഗുരോ എന്ന് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് പറയുകയാണ്. ദ്രോണാചാര്യരോട് ദുര്യോധനന്റെ ഉള്ളിലിരിക്കുന്ന വിഷമം എല്ലാം പുറത്തു വരുത്തുകയാണ്. ഇവരെ എല്ലാം പഠിപ്പിച്ചത് ദ്രോണാചാര്യരാണ്. പിന്നെ എന്തുകൊണ്ടാണ് തൻ്റെ ഭാഗത്തേക്ക് ദൃഷ്ടിദ്യുത്മനെ അങ്ങ് കൊണ്ടുവരാതിരുന്നത്? ഇനി അങ്ങയുടെ ശിഷ്യനാണ് എന്ന് കരുതി യുദ്ധം ചെയ്യുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള മനോചാഞ്ചല്യങ്ങളും ഉണ്ടാകരുത്. അർജുനൻ അങ്ങയുടെ ശിഷ്യനാണ്, വില്ലാളി വീരനാണ്. ഇതൊന്നും അങ്ങയുടെ മനസ്സിൽ ഉണ്ടാകരുത്. അവയുടെ സൈന്യം നോക്കിക്കോളൂ, നമുക്ക് ജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സൈന്യം കണ്ടതിന് ശേഷവും ദുര്യോധനൻ ആചാര്യന്റെ മുൻപിൽ ചെന്ന് പറയുന്നത്. പിന്നീട് ദുര്യോധനൻ പറയുകയാണ്, സൈന്യത്തെ നോക്കൂ, ആരെല്ലാമാണ് അവിടെ നിൽക്കുന്നതെന്ന് അങ്ങൊന്ന് നോക്കിക്കോളൂ. അവിടെ അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. അവിടെ ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനനുണ്ട്. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച, വിരാടനുണ്ട്. ദ്രുപദശ്ച മഹാരഥഃ, ദ്രുപദനെ പോലുള്ള മഹാരഥന്മാരുണ്ട്. അനേകം ആനകളുടെ ശക്തിയുള്ള, അനേകം ആനകളുടെ സൈന്യത്തോട് പോരാടാൻ തയ്യാറുള്ള യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ പോലുള്ള മഹാന്മാരാണ് അവിടെ നിൽക്കുന്നത്. ഭീമനും അർജുനനും മാത്രമല്ല അവിടെ ഉള്ളത്, അവരെപ്പോലെ തന്നെ ശക്തിമാന്മാരായ ആളുകൾ അവിടെ ഉണ്ട്. അങ്ങൊന്ന് നോക്കിക്കോളൂ. അതിനെ നയിക്കുന്നത് ദൃഷ്ടദ്യുത്മനാണ്. അവനാണ് ഈ സൈന്യത്തെ സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ദുര്യോധനൻ. വേറെ ആരെല്ലാമാണ് അവിടെ ഉള്ളത്? ദൃഷ്ടകേതോ ചേകിദാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. നരപുംഗവ, നരന്മാരിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദൃഷ്ടകേതു ഉണ്ട്. ദൃഷ്ടകേതോ ചേകിദാന, ചേകിദാനനുണ്ട്. കാശിരാജശ്ച വീര്യവാൻ, കാശിരാജാവിനെ പോലുള്ള വീരന്മാരുണ്ട്. പുരുജിത്തുണ്ട്, കുന്തിഭോജനുണ്ട്, ശൈബ്യനുണ്ട് എന്നീ യോദ്ധാക്കളെല്ലാം തന്നെ അവിടെ ഉണ്ട്. അങ്ങ് നോക്കൂ, എത്ര മനോഹരമായാണ് അതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്ങയുടെ ശിഷ്യനായ ദൃഷ്ടദ്യുത്മനാണ്. യാതൊരു തരത്തിലും മനോചാഞ്ചല്യം അങ്ങേക്ക് ഉണ്ടാകരുത്. നമ്മുടെ സൈന്യം വലുതാണ് എങ്കിലും അവിടെയും വലിയ വലിയ ആൾക്കാരുണ്ട്, നിരന്നു നിൽക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും അങ്ങയുടെ കണ്ണുകളിൽ വന്നു പോകരുത് എന്ന് വീണ്ടും പറയുകയാണ് ദുര്യോധന മഹാരാജാവ്. ഇന്നത്തെ ശ്രീമദ്